ആൻഡ്സ് പെർഫെക്റ്റ് ഗെയിമിംഗ് ബ്രോയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഗെയിമുമായിട്ടാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരാണ് ഫ്രാഗ് പ്രോ ഷൂട്ടർ. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഈ ഗണ്ണൊക്കെ കൊണ്ട് കളിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അത് ഗണ്ണും കൊണ്ട് മൊബൈലിൽ ഗൺ ഗെയിംസൊക്കെ ആക്ഷൻ ഗെയിംസ് അങ്ങനെയുള്ള ഗെയിമൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഗെയിമാണിത്. ഒരു സൂപ്പർ ഗെയിമാണ്. ഫ്രാഗ് ആനിമേഷൻസ് പോലെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ടീം ബാറ്റിലാണ്. ഞാനിതിൻ്റെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമേജസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ടീം ബാറ്റിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഗെയിം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർഫേസ്. നമ്മൾ നേരെ എത്തിച്ചേരുന്നത് ഈ ഇതിലേക്കാണ്. അപ്പോൾ നമുക്കിതാ റീവാർഡ്സൊക്കെ ക്ലിക്ക് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീവാർഡ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇനി ക്ലെയിം റീവാർഡ് കൊടുക്കണം. ഓ, പുതിയ ഏതോ കാർഡ്. ഓ, മെഗാ നൈറ്റ് എന്ന് പറയുന്ന ഒരു കാർഡൊക്കെ കിട്ടി. എനിക്ക് സംഭവം എനിക്ക് തോന്നുന്നത് ഇവനാണോ, ആരാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ എന്നെനിക്കറിയില്ല ഗൈസ്. ആ കാർഡ് കിട്ടിയതിന് ശേഷം നമ്മളോട് ഇവിടെ അടുത്ത ഒരു ബോക്സാണെന്ന് തോന്നുന്നു. അത് അരീന 1 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം കളിക്കാനൊന്നും പറ്റില്ലേ. ഓപ്പൺ ആവും ഗൈസ്. എന്തോ ഒരു 20 ഗോൾഡ് കോയിൻസ് കിട്ടി. ഓ, വാൻഡൽ ഒരു കാർഡ്, മെഗാ നൈറ്റ്. അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഏതോ ഒരു ഗോൾഡൻ, ഓ ഹാനിബാൾ, റെയർ കാർഡാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണെന്ന് തോന്നുന്നത്. നമുക്ക് മാച്ചിലേക്ക് പോണതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഗൈസ്. ഇതുമ്മേ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അത് നോക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കൈ ഇങ്ങനെ വന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മളിവിടെ പ്ലേ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് സെർച്ചിങ് ഫോർ പ്ലേയേഴ്സ്. ടാപ്പ് ഓൺ എ ബ്ലൂ ബങ്കർ ഐക്കൺ ടു ഓർഡർ യുവർ ടീം ടു ഡിഫെൻഡ്. ഗൈസ്, ശ്രീരഞ്ജൻ ഗ്ലോവ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഏതൊരു ടീമാണ്. അപ്പോൾ നമുക്ക് അവരെ അങ്ങോട്ട് പൊട്ടിച്ചു വിട്ടേക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ്. ഇവൻ ഏതാണ് ഗൈസ്, എനിക്ക് മനസ്സിലായത് എന്താണ് ഗൈസ്? നമുക്ക് ആളുകളെയൊക്കെ വെടിവെച്ചിടാനായിട്ട്. ഓ ഇങ്ങനെ. ഓ ഗൈസ്, ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇതെന്താണ് നമ്മുടെ ഗൈസ്, ഇത് ടീം ബാറ്റിലാണ്. നമ്മൾക്ക് ഇതിൽ ഡിഫെൻസിങ് ഒക്കെ ഉണ്ടോ ഗൈസ്? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഗൈസ്, എൻ്റെ കൈ അറിയാണ്ട് മുട്ടി. ഓ ഗൈസ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഏടാ മോനെ ഗൈസ്, നമുക്ക് ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെയൊക്കെ ചേഞ്ച് ചെയ്യാം. വിഷയം ഗൈസ്, ഇത് അടിപൊളി ഗെയിമാണ് കേട്ടോ. നമുക്ക് ക്യാരക്ടേഴ്സിനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഗൈസ്. ഇവൻ്റെ റണ്ണിങ് സ്റ്റൈല് കണ്ടോ ഗൈസ്? നിങ്ങൾ റണ്ണിങ് സ്റ്റൈൽ നോക്കിയ ഗൈസ്, ഡാൻ ഇവനാണെന്ന് തോന്നുന്നു നായകൻ. അവൻ്റെ റണ്ണിങ് സ്റ്റൈൽ നോക്കിയത് നിങ്ങൾ ഗൈസ്. എന്തോ അതിർത്തി പോലെ ഉണ്ടല്ലോ ഇത് അതിർത്തിയാ? എന്താണിത്? ഇവൻ്റെ റണ്ണിങ് സ്റ്റൈൽ നോക്കിയ ഗൈസ്, ഇത് അതിർത്തി. ഇത് റെഡ്. നമ്മൾ ഈ എതിർ ടീമിനെ അടിച്ചിടണം, അതാണ്. ദേ ഇഷ്ടം പോലെയൊക്കെ ഉണ്ടല്ലോ. ഗൈസ്, നമുക്ക് ഇന്ന് ഇവന്മാരെ എക്കത്തിന് അടിച്ചിടാം. ഇത് ഗൈസ് ഏതൊക്കെയോ എന്നെ അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് മെഡിക്കിറ്റൊക്കെ അടിച്ചു നോക്കാം ഗൈസ്. ആ സാധനം അതിട്ട് വെടിവെക്കണോ? എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതിട്ട് വെടിവെച്ചപ്പോൾ നിങ്ങൾ ആ മേളിൽ നമ്മുടെ പോയിന്റ്സിൻ്റെ ഇത് നോക്കിയ ടീമിൻ്റെ ഇത് കുറഞ്ഞു ഗൈസ്. ഇതെന്താണ് ഗൈസ്? നമ്മൾ തന്നെ ഒന്നും ഞെക്കാണ്ട് തന്നെ മാറിപ്പോയല്ലോ ഗൈസ്. നമുക്കിന്ന് ഇവന്മാരെ കട്ടിച്ചിടണം ഗൈസ്. നമ്മുടെ സാധനം, നമ്മുടെ ആ ഇത് ഗൈസ്, നമ്മുടെ ആ ഇവന്മാർ പൊട്ടിച്ചു കളഞ്ഞു
ഗൈസ് ഇത് അത്യാവശ്യം അടിപൊളി ഗെയിമാണ്. നമുക്ക് ടീം ബാറ്റിലിനൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ഗെയിമാണ് കേട്ടോ ഗൈസ്. ടീം ബാറ്റിലിനൊക്കെ പറ്റിയ ഗൈസ്. നമുക്കൊന്ന് ക്യാരക്ടറിനെ മാറ്റാം. ഞാൻ വീണ്ടും ഇവിടെ തന്നെ ഇട്ട് കളിച്ചു ഗൈസ്. ഇത് അടുത്തത് അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ അത്യാവശ്യം നല്ല ഗെയിമാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കൺട്രോളർ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പാടുള്ള. ഞാൻ വിചാരിച്ച് നമ്മുടെ ടീമാണത് ഗൈസ്. ഞാൻ മണ്ടത്തരം കാണിക്കുന്നു ഗൈസ്. നിങ്ങൾ കാണുന്നില്ലേ? കുറച്ച് മെഡിക്കിറ്റൊക്കെ അടിക്കാം ഗൈസ്. ഇവിടെ മാപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ മാപ്പ് നമുക്കപ്പോൾ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ്. ഇവിടെ ഗൈസ് നമുക്ക് ഇവന്മാരെ കടിച്ചു. എന്നാ പിടിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളൊരുത്തൻ്റെ തട്ടി അടുത്ത ഗൈസ്. ഇവനെന്താ വെട്ടാൻ വന്ന എന്നെ? നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒരുത്തൻ ഇങ്ങനത്തെ. അല്ല പിന്നെ ഗൈസ് ഏതൊരുത്തൻ നമ്മുടെ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. നമുക്ക് ഡിഫെൻഡിങ് ഇടാം. ഇത് അറ്റാക്കിങ് ആണ് ഗൈസ്. നമുക്ക് ഡിഫെൻഡിങ് കണ്ടുണ്ട്. ഗൈസ് ഇവിടെ ഏതൊരുത്തൻ 8 ബുള്ളറ്റ്. ഗൈസ് ഇതെന്താണ്? ഇവനിങ്ങനെ സ്ലോ ആവുന്നുണ്ടല്ലോ. ഷീൽഡൊക്കെ ഇടാൻ പറ്റും ഗൈസ്. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഓരോ ക്യാരക്ടേഴ്സിനും അതായ പ്രത്യേക അബിലിറ്റീസൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവൻ്റെ അബിലിറ്റി എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. 2 കണ്ണും വെടി വെക്കുന്നതായിരിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എനിക്കറിയില്ല ഇവൻ്റെ അബിലിറ്റി എന്താണെന്ന്. അറ്റാക്കിങ്ങിനൊക്കെ പറ്റിയ ക്യാരക്ടറാണെന്നാണ് തോന്നുന്നത്. കളി കഴിഞ്ഞു. ഗെയിംസ് അപ്പ് ഗൈസ്. വിക്ടറി. നമ്മൾ ജയിച്ചു ഗൈസ്. ഉണ്ടോ? യെസ്, വിക്ടറി അടിച്ചു. വിക്ടറി ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ കുറേ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നു. ഞാൻ ഒരു മാച്ചും കൂടെ കളിക്കും ഗൈസ്. ഓരോ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ അബിലിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്ക് അപ്പോൾ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാം. ഇതേ നമ്മുടെ നായകൻ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇവനാണ് കേട്ടോ ഗൈസ്. സത്യം പറയാമല്ലോ, അടിപൊളി ക്യാരക്ടറാണ് ഇവൻ. ഡാൻ എന്നാണ് പേര്. ഡാൻ. അറ്റാക്ക് 3 അറ്റാക്കിങ്ങിന് പറ്റിയ ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് അങ്ങനെയാണ് പറയുന്നത്. വീണ്ടും അപ്ഗ്രേഡോ ഗൈസ്? എനിക്ക് ഇതിൽ ഇവർ പറയണ സ്ഥലത്ത് മാത്രമേ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഇതൊന്നും കാണിക്കുന്നില്ല. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അടുത്തത് ഗൈസ് അത്യാവശ്യം നല്ല ഗെയിമാണ് കേട്ടോ. നിങ്ങൾ ഗോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല ഗെയിമൊക്കെയാണ്. നിങ്ങൾക്ക് വെടിവെച്ചൊക്കെ കളിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിമാണ് ഹൂക്ക് പ്രസിഡൻറ്റ്. ഒരു എതിരാളി നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പല പല ക്യാരക്ടേഴ്സിനെയൊക്കെ എടുത്ത് കളിക്കാം. ഇത് ജെറ്റ് പാക്കൊക്കെ ഉണ്ടല്ലോ ഗൈസ്. മോനെ. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ അബിലിറ്റിയാണ് ജെറ്റ് പാക്ക്. നമുക്കപ്പോൾ ലോങ് റേഞ്ചറൊക്കെ പറ്റും. ലോങ്ങിൽ നിന്ന് ഒരുത്തനെ അടിച്ചിട്ട്. അയ്യോ ഗൈസ്, ഇതെന്താ വെള്ളത്തിൽ ചാടിയപ്പോൾ ചത്തു? വാട്ട് ഗൈസ്? നമ്മൾ വെള്ളത്തിൽ ചാടി മരിച്ചാലും നമുക്ക് ക്യാരക്ടേഴ്സിന് മാറ്റമല്ലേ? അതാണിപ്പോൾ ഗൈസ്. നമ്മൾ വെള്ളത്തിൽ ചാടിയാൽ മരിക്കും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കണം. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ വെള്ളമുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഗൈസ്. ഇപ്പം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ചാടിയത് അപ്പം തന്നെ ഓടിയായിപ്പോയി ഗൈസ്. എന്താണിത്? നമുക്ക് ഫ്രീ ചാൻസ്. നമുക്ക് ഇവന്മാരുടെ ഇതിൽ കൂടി ആ സാധനം അങ്ങോട്ട് അടിച്ചു കളയാം. അപ്പം തന്നെ ആളുകൾ വന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്നാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല ഗൈസ്. ഞാനിത് തീർക്കും. കംപ്ലീറ്റ് തീരെ. 15 ഗൈസ്. അപ്പോഴേക്കും നമുക്ക് റിവെഞ്ചിങ്ങിനൊക്കെ പറ്റുമെന്ന് തോന്നാണ്. സെൻറ്റർ. ഇതെന്താ ഫുട്ബോൾ കളിയാ? ഡിഫെൻസ്, അറ്റാക്ക്, മിഡ്ഫീൽഡ് അല്ല, സെൻറ്റർ ഗൈസ്. ഇത് വെടിവെക്കണ സ്റ്റൈൽ നോക്കി. ഇങ്ങനെ ഗൈസ്. ഇവനെ അടിച്ചിട്ടണം ഗൈസ്. ഇവനെ ഞാൻ അടിച്ചിട്ടും എനിക്കിവനെ അടിക്കണം. അതെന്താ ബോംബാ? എന്താ സാധനം? സ്പ്രേക്കാനാ? സെൻറ്ററിൻ്റെ അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ അബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പല പല ഇട്ട് കളിക്കാം. ഞാനിപ്പോൾ വീണ്ടും അവനിലേക്ക് തന്നെ വന്നു. അല്ല, നമുക്കിത് ദിവനിട്ട് കളിക്കാം. ഒന്ന് ജമ്പിങ്ങോ
ഗൈസ് ഇവന് മെഡിക്കിറ്റ് അടിക്കാൻ പറ്റില്ല. ഷേ ഗൈസ് ഓൾമോസ്റ്റ് നമ്മൾ അതാ ഞാൻ എടുത്തതും എതിർ ടീം. നമുക്ക് അവളെ അങ്ങനെ അടിച്ചു കളയാൻ പറ്റുമോ നോക്കാം. റിവെഞ്ച് ടൈം. അതെ അവളെ അവിടെ ഇപ്പം ഉണ്ട്. ഇവള് എന്നെ അടിച്ചിട്ട് അത് തന്നെ റിവെഞ്ച് 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 റിവെഞ്ച്. യെസ് എടുക്കെടുക്ക. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ പൊട്ടിച്ചു. ഇനി ഇവനെയും കൂടി അങ്ങനെ അടിച്ചിട്ടാം ഗൈസ്. നമുക്ക് ക്യാരക്ടേഴ്സൊക്കെ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും എതിർ ടീം ക്യാരക്ടേഴ്സ് ഒരേപോലെ ആണെങ്കിലും ഒരേപോലെ അല്ലെങ്കിലും നമുക്ക് ക്യാരക്ടേഴ്സിനെ മനസ്സിലാവും കേട്ടോ. ഇനി ഇവനിങ്ങനെ കൺട്രോൾ ചെയ്യാനും ആണ് കുറച്ച് പണിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, എനിക്ക് ഇവൻ്റെ റണ്ണിങ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ മെയിനായിട്ട്. ഇവന് മെഡിക്കിറ്റ് അടിക്കാം, മറ്റുള്ളവർക്ക് മെഡിക്കിറ്റ് അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല ഫൈറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഫിസിക്കാണെങ്കിലും അത്യാവശ്യം ഫിസിക്കൊക്കെ ഉണ്ട്. വെടിവെക്കണം നോക്കി. അത്രേ ഉള്ളൂ ഗൈസ്. ഇവിടെ വേറെ ആരെങ്കിലും നമ്മൾ എല്ലാത്തിനും നിന്ന് അടിച്ചിടും ഗൈസ്. പോയിന്റ് നോക്ക്. ഏതൊരുത്തനും അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. നമ്മളവന് സമ്മതിക്കരുത്, വിട്ടുകൊടുക്കരുത് ഗൈസ്. മെഡിക്കിറ്റൊക്കെ അടിച്ച് ലോഡ് ചെയ്ത് ഞാൻ നേരെ അങ്ങാട് ഇറങ്ങിച്ചെല്ലാണ് ഗൈസ്. അവന്മാർ നമ്മുടെ മറ്റേ സാധനം നശിപ്പിക്കാൻ നോക്കുകയാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ടീമിൻ്റെ ഫുള്ളായിട്ടുള്ള സ്ട്രെങ്ത് അതാണ് ഇവന്മാർ നശിപ്പിക്കുന്നത്. അത് ഞാൻ വിട്ടുകൊടുക്കില്ല. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ കളിയിച്ച് വിക്ടറി. യെസ്, എപ്പോഴും ഇവൻ്റെ പടം തന്നെയാണല്ലേ. ഞാൻ ആ ഡാനിനെ വെച്ച് കളിച്ചിട്ട് എനിക്ക് അവൻ്റെ ഇത് എടുക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നണത് ഏറ്റവും കൂടുതൽ കില്ലെടുക്കുന്ന ആളുകളാണോ ജയിക്കുന്നത്, എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇവർ പറയണ സാധനത്തിൽ മാത്രമേ എനിക്ക് ഞെക്കാൻ പറ്റുന്നുള്ളൂ. ഇത് എന്താണിത്? ഇത് കുറേ ഉണ്ടാവുമെന്ന് തോന്നണം. ഈ കൈ ഇങ്ങനെ ഇടക്കിടക്ക് ഒരു ചൂണ്ടവരലും പിടിച്ചോണ്ട് വരും. അപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ല ഗെയിമാണ്. ഇനി ഞാൻ ഒരു ബാറ്റിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. നല്ല ഗെയിമാണ്, നിങ്ങളെന്തായാലും കളിച്ച് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ആക്ഷൻ ഗൺ ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യേണ്ട ഗെയിമാണിത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ടീമായിട്ടൊക്കെ കളിക്കാൻ പറ്റിയ അടിപൊളി ഗെയിമാണ്. ഇതിൽ ടീം മാത്രമായിട്ട് കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇനി സോളോ ആയിട്ട് കളിക്കാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്രാഗ് വോളിയം 3 എന്നാണ് ഗെയിമിൻ്റെ പേര്. ഇതിൽ 1ഉം 2ഉം എനിക്ക് അതിനകത്ത് കാണിക്കുന്നില്ല. ഫ്രാഗ് എന്നടിച്ചു കൊടുക്കുമ്പോൾ തന്നെ വോളിയം 3 ആണ് വരുന്നത്. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഫ്രാഗ് എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. അടിപൊളി ഗെയിമാണ് ഗൈസ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ അബിലിറ്റീസും പവറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഡാൻ എന്നാണ് ഒരുത്തനാണ്. അവൻ നല്ലോണം 2 ഗണ്ണും പിടിച്ചോണ്ട്, പിന്നെ അവൻ്റെ റണ്ണിങ് സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.